ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മൈലാഞ്ചി അരച്ച കഥ. അപ്പോൾ സാധാരണ എല്ലാ പെരുന്നാളിനും ഉമ്മാക്ക് മൈലാഞ്ചി അരച്ചിടാന്നുള്ളത് ഉമ്മാക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഉമ്മ എല്ലാ പെരുന്നാളിനും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി പൊട്ടിക്കും, എന്നിട്ട് ഉമ്മ അരയ്ക്കും. മിക്സിയിലാണ് അരയ്ക്കാറുള്ളത്. പക്ഷെ ഉമ്മ പെർഫെക്റ്റ് ആയിട്ട് അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനും ഉമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ അരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാളിന് ഞാൻ അരച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് മൈലാഞ്ചിയുടെ ഇല ഇട്ടു. പിന്നെ നമ്മുടെ കരയാൻ പൂവില്ലേ, അതൊരു നാലഞ്ചെണ്ണം അതിട്ടു. പിന്നെ നമുക്ക് നമ്മുടെ ചായയില്ലേ, ചായ തിളപ്പിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടല്ല കേട്ടോ, വെറുതെ നമ്മുടെ മറ്റേ പൊടി, ചായപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് അതിലേക്ക് ഒഴിച്ച് കുറച്ച്, അവിടെയാണ് എനിക്ക് പാളിപ്പോയത്. പിന്നെ കുറച്ച് നാരങ്ങാനീരും ഒഴിച്ചു കേട്ടോ. ആ ചായയുടെ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് കറക്റ്റാണെന്ന് വിചാരിച്ചിട്ട് കണ്ടോ, ഞാൻ ആ മിക്സിയിലിട്ട് പിന്നെ അത് കുറച്ച് നേരം അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എനിക്കപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, സാധനം കിടുമായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ തുറന്നപ്പോഴാണ് എനിക്ക് പണി പാളി എന്നുള്ള കാര്യം മനസ്സിലായത്. ഓടിക്കളിക്കാം, നീന്തി കളിക്കാം, അത്രയ്ക്കും എന്താ പറയുക, വെള്ളമായി പോയിട്ടാ. ഉമ്മ വന്നിട്ട് കാട്ട് മൈലാഞ്ചിലിട്ടെന്ന് പറഞ്ഞോളൂ, എൻ്റെ കിളി പോയി, വെള്ളമായി ശരിക്കും. പക്ഷെ ഉമ്മ അത് വിട്ടില്ല ഗൈസ്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഉമ്മാക്ക് പക്ഷെ മൈലാഞ്ചി ഇടണം, അത് കാരണം കൊണ്ട് ഉമ്മ അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഉമ്മ അത് ഫുള്ള് ഒലിച്ച് പോകുമായിരുന്നു, അത് ഇടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഇടുമ്പോഴത്തേനും അത് ഒലിച്ചു പോയിരുന്നു. പക്ഷെ ഉമ്മാക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അതാണ് കോൺഫിഡൻസ്. ഉമ്മ അപ്പോഴും അത് ഫുള്ള് ഇട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉമ്മ അത് ഫുള്ള് ഇട്ടു കേട്ടോ. അത് ഫുള്ള് ഉമ്മ കയ്യിൽ ഫുള്ള് അതിലങ്ങോട്ട് മുക്കിയെടുത്തു. സംഭവം ഉമ്മാക്ക് സന്തോഷമായി, മൈലാഞ്ചി ഇട്ടല്ലോ. എന്നെ പക്ഷെ കുറേ ചീത്തയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുറേ ചീത്ത കേൾക്കേണ്ടി വന്നെങ്കിലും വേസ്റ്റായി പോയില്ല. ഓക്കെ, അത് മതി.